ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാനലിൽ കുറച്ച് വ്ളോഗൊക്കെ കിട്ടുമെന്ന് അനക്കി എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ജിം വ്ളോഗാണ്. ഒരു ജിം വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് എൻ്റെ എത്രാമത്തെ ദിവസം? 95 ഇന്ന് എൻ്റെ എത്രാമത്തെ ഡേ ആണ്? 95 ഗൈസ്. ഇന്ന് എൻ്റെ 95ാമത്തെ ദിവസമാണ് ഡെയിലി ബോഡി ട്രാൻസ്ഫോർമേഷൻ ചലഞ്ചിൻ്റെ 100 ദിവസത്തിലെ 95ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ 96 ദിവസമായി. ഇനി 4 ദിവസം കൂടെ എനിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ ജിമ്മിലോട്ടൊക്കെ പോയിട്ട് വർക്കൗട്ടും നമ്മുടെ കുറച്ച് ജിമ്മേറ്റ്സൊക്കെ ഉണ്ട്. അതായത് നമ്മൾ കുറച്ച് പേര് ചേർന്നാണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെയും എല്ലാം കൂടെ ചേർത്തൊരു വ്ളോഗ് ആക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇന്നലെ വ്ളോഗ് എടുക്കാമെന്ന്. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ ഫോണിൽ അത്രയ്ക്കും സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്നലെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ജിമ്മിൽ പോകുന്നതും എൻ്റെ ലൈഫിലിപ്പം ജിമ്മെന്ന് പറയുന്നത് ഒരു വലിയൊരു പാർട്ടാണ്. അതായത് ഫുഡ്, ജിമ്മ്, പിന്നെ വീട്, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ക്ലബ്ബ്, കൂട്ടുകാർ, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അതിലൊരു മേജർ പങ്ക് വഹിക്കുന്നത് ഇപ്പോൾ ജിമ്മാണ്. അപ്പോൾ എന്തായാലും ജിമ്മിലെ കാര്യങ്ങളൊക്കെ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. സമയം ഇപ്പോൾ ഉച്ചയായി. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞായിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല. ഉച്ചയ്ക്കത്തെ ഫുഡ്, ഉച്ചയ്ക്ക് ചോറ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെ അത് ഒളിപ്പിച്ച് വെച്ചാൽ അത് എന്തൊരു കൊച്ചുമിഠായി അങ്ങനെ കഴിക്കൂല. ജസ്റ്റ് ഇമ്മ ഇച്ചിരി കൊണ്ടുവരുന്നേ ഉള്ളൂ. പിന്നെ ചിക്കനും കഴിക്കും ഗീസ്. പിന്നെ എൻ്റെ പ്രോട്ടീൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ്. വേ പ്രോട്ടീൻ കഴിക്കാറുണ്ടോ, മാസ് ഗെയിനറാണോ എടുക്കുന്നത്, ക്രിയാറ്റിൻ കഴിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേര്. അപ്പം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ ഗീസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു അൺബോക്സിങ് കൂടി ചെയ്യാനുണ്ട്. ജിമ്മുപരമായി ബന്ധപ്പെട്ടൊരു കാര്യം ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് ചെയ്യാനുള്ള സാധനം. വേറൊന്നുമില്ല, ആദ്യം ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ ഒരെണ്ണം എനിക്കുണ്ട്, ഇതിപ്പോൾ ഫ്രീ കിട്ടിയതാണ്. ഒന്ന് കണ്ടുപോയി. ഇത് മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ് ആണ് കേട്ടോ. ഡെയിലി ഞാൻ ഇത് 2 വെച്ച് കഴിക്കാറുണ്ട്. 2 ഇല്ല, ചിലപ്പോൾ ഉച്ചയ്ക്ക് മറന്നു പോകും, വൈകിട്ട്. ഗൈസ്, ഇതാണ് ക്രിയാറ്റിൻ. ഞാൻ ഇത് ഫ്യൂവലോണിൻ്റെ, ഇത് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാണ്. ഇത് ക്രിയാറ്റിൻ ഫ്യൂവലോണിൻ്റെ ആണ്. എല്ലാ ഫ്യൂവലോണിൻ്റെ തന്നെ കേട്ടോ. ഗൈസ്, ഇതാണ് വേ പ്രോട്ടീൻ. ഇത് വേ പ്രോട്ടീൻ ഞാൻ ഫ്യൂവലോണിൻ്റെ എടുക്കാനുള്ളൊരു കാരണം പറഞ്ഞുതരാം. പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, ഇത് പെട്ടി മാത്രം. നമ്മളിവിടെ ഇപ്പോൾ ഉമ്മാരെ കൊടുക്കാം. 1 kgയുടെ എന്തോ ഡാർക്ക് ചോക്ലേറ്റാ അങ്ങനെ എന്തോ കണ്ടിരുന്നു ഫ്ലേവറും തോന്നുന്നു. ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ച പ്രോട്ടീൻ കാണിച്ചു തരാം. ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ച നമ്മുടെ GNCയുടെ വേ പ്രോട്ടീനാണ്. ഇത് തീർന്നത് കൊണ്ടാണ്, ഇന്നലെ തീർന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ പുതിയ പ്രോട്ടീൻ പൗഡർ എനിക്ക് എടുക്കേണ്ടി വന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ഇതല്ല. ഇതിന് മുമ്പ് ഞാൻ എടുത്തൊരു പ്രോട്ടീൻ ഉണ്ട്, അത് നമ്മുടെ മസിൽ ബ്ലേസിൻ്റെ വേ പ്രോട്ടീനാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് വേ പ്രോട്ടീൻ വാങ്ങുന്നത്. വേ പ്രോട്ടീൻ കഴിച്ച് കഴിഞ്ഞാൽ എന്താണ് കിഡ്നി സ്റ്റോൺ വരും, അതുപോലെ ക്യാൻസർ വരും, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു പ്രോട്ടീനാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ നോക്കുമ്പോഴേ നമുക്കിതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം ഇതാണ് ഞാൻ ആദ്യം വാങ്ങിയത്. അതിനുശേഷം വാങ്ങിയത് നമ്മുടെ GNCയുടേത്. ഇപ്പോൾ വാങ്ങിയത് ഏതാണ്, ഫ്യൂവലോൺ. അപ്പോൾ ഇത് 3 അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതിത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല, ഇതിത്തിരി നല്ല സാധനമാണ്. അപ്പോൾ ഈ 3 പ്രോട്ടീൻ ഞാൻ ഉപയോഗിച്ചില്ല. ഇത് 2 ഞാൻ ഉപയോഗിച്ചതിൽ എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, മസിൽ ബ്ലേസിൻ്റെ ആണ്. അതിനുശേഷം എടുത്തത് സ്ട്രോബെറി ഫ്ലേവറാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ഒരുമാതിരി ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര പാടായിരുന്നു, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇനി കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇന്ന് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു സ്കൂപ്പ് കഴിച്ചു നോക്കാം. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് പ്രോട്ടീൻ കഴിക്കുന്നത്. ഒരു 150 ml വെള്ളം ചെറിയ ചൂടിൽ ആക്കിയിട്ട് അതിനകത്തോട്ട് പ്രോട്ടീൻ ഇട്ടിട്ടാണ് ജസ്റ്റ് ഷേക്ക് ചെയ്ത് നല്ല രീതിക്ക് ഷേക്ക് ചെയ്തിട്ട് കുടിക്കും. നമ്മൾ കട്ട് ചെയ്താൽ കുഴപ്പമില്ല, എങ്ങനെയാലും കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇടാം. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇത് ഏകദേശം 2500 രൂപയാണ് കേട്ടോ. ക്രിയാറ്റിനും മൾട്ടി വിറ്റാമിനും ഇത് 3 കൂടെ ഒരു ഓഫറിൽ 2500 രൂപ, 2600 രൂപയാണെന്ന് തോന്നുന്നത്. പിന്നെ ഈ ഒരു ഇതും കൂടെ കിട്ടി നമുക്ക് 2500 രൂപയ്ക്ക് നമുക്ക് ഇത് 3 കിട്ടി. ഈ പ്രോട്ടീൻ ഇതെല്ലാം കൂടെ ഞാൻ 3500 രൂപയ്ക്കാണ് GNCയുടെ ഇതെല്ലാം കൂടെ മേടിച്ചത്. 3999 അങ്ങനെ എന്തോ കണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ ഇത് വാങ്ങിയത് പ്രോട്ടീൻ മാത്രം എനിക്ക് എത്ര 4 രൂപയോ 3 സംതിങ്ങോ കണ്ടായി. ബട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഇതൊരു ബൂസ്റ്റ് കുടിക്കുന്നൊരു ഫീലായിരുന്നു. പിന്നെ പലർക്കും പല ഇതായിരിക്കും ഇഷ്ടം. അപ്പോൾ എന്തായാലും നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതോട്ട് തട്ടിയിടും. താഴെ പോവും, ഫാൻ ഓഫ് ആക്കട്ടെ.
പിന്നെ ഉമ്മയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിലും എൻ്റെ A to Z എല്ലാ കാര്യങ്ങളും ഉമ്മായും വാപ്പായും കൂടെയാണ് സെറ്റാക്കി തരണത്. ഉമ്മ എനിക്ക് എല്ലാം ഫുഡ് കുക്ക് ചെയ്ത് തരും. വാപ്പയാണെങ്കിൽ ഇതെല്ലാം വാങ്ങിക്കൊണ്ട് തരും. ഞാനൊന്നും വാങ്ങിയിട്ടില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ചിക്കൻ ബ്രസ്റ്റ് വരെ എൻ്റെ വാപ്പയാണ് എനിക്ക് മേടിച്ചുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ തിന്നാൽ മാത്രം മതി. അപ്പോൾ എന്തായാലും ഇത് കവറിൽ മേടിച്ചപ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുന്നല്ലേ? നോക്കിയാൽ ഇല്ലല്ലേ? കറക്റ്റ് തന്നെ. അതിനകത്ത് സ്കൂപ്പ് ഉണ്ടോ? ഉണ്ട്. അതിനകത്ത് സ്കൂപ്പും ഉണ്ട്. അതാണ് വീഴാത്ത. അങ്ങനെ എൻ്റെ ഫ്യൂൽ വണ്ണിൻ്റെ ഫസ്റ്റ് ഞാൻ പ്രോട്ടീൻ കഴിച്ചിട്ടാണ്, അതായത് വേ പ്രോട്ടീൻ എടുത്തിട്ടാണ് ജിമ്മിന് പോണത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫസ്റ്റ് സ്കൂപ്പ് പ്രോട്ടീൻ. കഴിഞ്ഞ ദിവസം വരെ ഞാൻ തട്ടിയിട്ട് എങ്ങനെയെങ്കിലാണ് എടുത്തത്. ലാസ്റ്റ് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ ഇങ്ങനെ എടുക്കുക. ഇതായിരുന്നു എൻ്റെ ഇതിൻ്റെ കളറും. മസിൽ ബ്ലേസിൻ്റെയും ഇതും സെയിം കളറാണ്. മറ്റേത് വെള്ളയായിരുന്നല്ലേ? ഇതിൻ്റെത് വെള്ളയായിരുന്നു, വെള്ള കളറായിരുന്നു. ഇടുമ്പോൾ റോസ് കളർ. സ്ട്രോബെറി ഫ്ലേവർ ആയിരുന്നു. സ്ട്രോബെറി ഫ്ലേവർ ഒന്നും ആരും വാങ്ങില്ല ചേട്ടാ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളത്തില്ലായിരുന്നു. ഇനി നമുക്കിതൊന്ന് കുലുക്കി കുടിക്കാം. ഇതാണ് ഇപ്പോൾ പുതിയതായിട്ട് കിട്ടിയത്. ഇതിൻ്റെ ഉണ്ടായിരുന്നതാണ്. ഇതിങ്ങനെ എടുക്കാം. ഒരു 20 സെക്കൻഡ് ജസ്റ്റ് നല്ല രീതിക്ക് ഷേക്ക് ചെയ്യാം. എങ്ങനെയായിരിക്കും എന്തോ. ഈ ഷേക്ക് ചെയ്ത് തരുന്നവരെ ചില ദിവസങ്ങളിൽ ഉമ്മയാണ്. എനിക്കത് കുടിച്ചാൽ മാത്രം മതിയല്ലോ. നല്ല രീതിക്ക് ഷേക്ക് ചെയ്യും കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഷേക്ക് ചെയ്തായിരിക്കും കുടിക്കുന്നു. അർജുൻ റെഡിയാണ്. അർജുൻ റെഡി കഴിഞ്ഞ് നമുക്കിത് കുടിക്കാം. തുറക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുവേ. ഇതും ഏകദേശം നമ്മുടെ മസിൽ ബ്ലേസിൻ്റെ ഫസ്റ്റ് ആ സെയിം ടേസ്റ്റ് തന്നെ. ഇത് കൊള്ളാം. ചോക്ലേറ്റിൻ്റെ ആ ഒരു ചെവയാണ്, ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ മൾട്ടി വിറ്റാമിനും ക്രിയാറ്റിനും നമ്മുടെ ഫ്യൂൽ വണ്ണിൻ്റെയാണ് എടുത്തേക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന മസിൽ ബേസിൻ്റെ ക്രിയാറ്റിനും അതുപോലെ GNCയുടെ ഫിഷ് ഓയിലും യൂണിവെഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് അൺഫ്ലേവേർഡ് ആയിരുന്നു. ഇത് ഏകദേശം കണ്ട ഇനിയും താഴെ പോകും. ക്രിയാറ്റിൻ തീരാറായി. 1 സ്കൂപ്പോ 2 സ്കൂപ്പോ കാണത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രിയാറ്റിൻ. ഞാൻ ജിമ്മിൽ പോകുമ്പോൾ എന്തെങ്കിലും ക്രിയാറ്റിൻ എടുക്കും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇതും എനിക്ക് തോന്നുന്നു ഫ്ലേവേർഡ് അല്ല. ഞാൻ ഫ്ലേവേർഡ് ക്രിയാറ്റിൻ ആകെ ഒരെണ്ണേ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളൂ. അത് GNCയുടെ ഏതോ ഒരു സ്ട്രോബെറിയോ മൽബറിയോ അങ്ങനെ എന്തോ ഒരു ഫ്ലേവറാണ് ഉപയോഗിച്ചത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഞാൻ എൻ്റെ ജിമ്മിലൊരു പയ്യനെ കൊടുത്തു. ജിമ്മിൽ കൊണ്ടുപോയപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ജസ്റ്റ് നമ്മുടെ ജിമ്മിലെ പയ്യന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ എടുത്തേക്കുന്ന അൺഫ്ലേവേർഡാണ്. എനിക്ക് അൺഫ്ലേവേർഡാണ് കുടിച്ചിട്ട് കുറച്ചുകൂടെ ഇതായിട്ട് തോന്നിയത്. ജിമ്മിലോട്ട് പോകുമ്പോൾ കാണാം. ഏകദേശം ജിമ്മിൽ പോകാൻ സമയമായി. ബൈ ഗായ്സ്, ജിമ്മിലെത്തിയിട്ടാണ്. ഈ സമയം നമ്മൾ ജിമ്മിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അതായത് ഉമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ജിമ്മിലോട്ടാണ് പോകുന്നത്. ഇന്ന് നല്ല വെയിൽ, അതുകൊണ്ടാണ് കാർ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ അനിയൻ്റെ ബൈക്കും കൊണ്ടാണ് പോകുന്നത്. പെണ്ണിൻ്റെ വള്ളിയൊക്കെ പിടിച്ചിടാം ഗെയ്സ്. അപ്പോൾ ഞാൻ പെണ്ണിൻ്റെ വള്ളി പിടിച്ചിട്ട് നേരെ ജിമ്മിലോട്ട് പോകുന്നു. അങ്ങനെ വന്നു, കാർ ഒതുക്കി നേരെ ജിമ്മിലോട്ട് പോവുകയാണ്. ഞാൻ മറന്നുപോയി ജിമ്മിൽ പോണ കാര്യം, അല്ല വ്ലോഗ് എടുക്കുന്ന കാര്യം. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മുടെ ജിമ്മിലോട്ട് പോകുന്നത്. ഏറ്റവും ടോപ്പ് ഫ്ലോറാണ്. ഹൈടെക് ഗെയ്സ്. അങ്ങനെ ജിമ്മിനകത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നിന്നപ്പോൾ ഇതാ നമ്മുടെ പിങ്കി ഓൺ ദ ഫ്ലോർ. പിങ്കി എത്തിയിട്ടുണ്ട്. ഒരു ശരിക്കുള്ള പേര് ആദിത്യം വന്നിട്ടുണ്ട്. ഇതുപോലത്തെ 2-3 ഇനി വരാനുണ്ട്. ഇതാണ് അടുത്തൊരു താരം സിദ്ധാർത്ഥ്. പിന്നെ നമ്മൾ വിളിക്കുന്നതാണ് ഒന്നും വിളിക്കില്ല. അപ്പോൾ നമ്മൾ 3 പേര് എത്തിയിട്ടുണ്ട്. ഇനി ഒരാളും കൂടെ വരാണ്ട്, ഡോൾഫിൻ അല്ലേ, ആൽഫിൻ അതും കൂടെ വരാണ്ട്. അത് വേറൊരു സാധനമാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും സ്റ്റാർട്ട് വർക്കൗട്ട്. ഇന്ന് ജിം ബ്ലോഗാണ് കേട്ടാ. ഇന്ന് ജിം ബ്ലോഗാണ്. ഇന്ന് പിങ്കിയാണ് നമ്മുടെ കൂട്ടത്തിൽ. ഇത്തിരി ഏതാണ് എക്സ്പീരിയൻസ്? നീ എത്ര വർഷമായി? ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 1.5 അല്ലെങ്കിൽ 2 ആവാറായി. 1-2 വർഷം ആവാറായി. നീയൊക്കെ സെയിമാണല്ലേ? നമ്മളൊക്കെ 3 മാസം ആയതേ ഉള്ളൂ. വെക്കേഷൻ ടൈമിൽ കയറിയതാണ്. 3 മാസം. ഇവൻ 3 മാസം. ഇവൻ 2 വർഷം. പിന്നെ വേറൊരുത്തുണ്ട്, അവനിപ്പം ഒരു മാസം അല്ലേ, ഒരാഴ്ച 2 ആഴ്ച. അത് 1 മാസം ഉണ്ടെങ്കിൽ 1 ആഴ്ച പോലും വന്നിട്ടില്ല. അതാണ് സത്യം. അപ്പോൾ നമുക്കിനി ആദ്യം ക്രിയാറ്റിൻ എടുക്കാം. എന്നിട്ട്
അവിടെ പുതിയ ക്രിയേറ്റിൻ ട്രൈ ചെയ്യുന്നുണ്ടോ? ട്രൈ ചെയ്യാം. ഓ ആ ഇത് കഴപ്പാണ്, ഭയങ്കര കഴപ്പാണ്. തൂങ്ങി കിടക്കുന്നതാണ് സിദ്ധാർത്ഥ്. കഴപ്പാണ്, ഭയങ്കര കഴപ്പാണ്. എന്തെങ്കിലുമൊക്കെ അവന് വെറുതെ ഇരിക്കാൻ പറ്റില്ല, എന്തെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഈ നമ്മൾ ഒരു സെറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ അവിടെ പോയി വേറെ എന്തെങ്കിലും കഴിയും. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ക്രിയാറ്റിൻ എടുക്കാം. നീ ഞാനിവന് മാത്രമേ ക്രിയാറ്റിൻ ഉപയോഗിക്കുള്ളൂ, സിദ്ധാർത്ഥ് ക്രിയാറ്റിൻ എടുക്കൂല. കൊച്ചെറിയാനില്ല, നിർബന്ധിക്കത്തുമില്ല. ഫസ്റ്റ് സ്കൂപ്പ് ഓഫ് ക്രിയാറ്റിൻ. നീ എടുത്താ? നീ ഇട്ടാ? വേണ്ട എടുത്താ? നീ ഏതാണ്? നീ ഇതാണോ? ഇതാണ് ഉപയോഗിച്ചോണ്ടിരുന്നത്. എങ്ങനെയുണ്ട്? ചെറുക്കം വെറുതെ അല്ല കേട്ടോ വിഷയം. ഇരുപത് ഞാനും പിങ്കിക്കൊരു സ്വഭാവം ഉണ്ട്, മറ്റേ വെറുതെ എടുത്ത് കുടിച്ചാണ്. ഇതപ്പം നമ്മള് ക്രിയാറ്റിൻ കുടിക്കുകയാണ്. ഫസ്റ്റ് വാമപ്പാണ്. ജിമ്മിൽ പാട്ടിട്ടേക്കുന്നതുകൊണ്ട് മൊത്തം കവർ ചെയ്യാൻ പറ്റൂല, എന്നാലും നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ വാമപ്പൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം. അല്ലടാ അല്ലേ പിങ്കി? അറിയോ? റെഡി 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 പിന്നെ അല്ല. അപ്പോൾ ഞാൻ റെഡി. അപ്പം ഇന്ന് നമുക്ക് ബേക്കും ബൈസും ആണ്. അപ്പോൾ നമുക്ക് എനിക്കിഷ്ടപ്പെട്ട വർക്കൗട്ടാണ് ബേക്കും ബൈസും. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് ബേക്ക് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. ആദ്യം ഡമ്പൽ വെച്ചൊരു വർക്കൗട്ട് ഉണ്ട്, കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഏതാണ്? ഓ അത് തന്നെ, വാ. ഈ സാധനം നമ്മൾ ബെഞ്ചിലാണ് ചെയ്യണത് കേട്ടോ. ഏകദേശം ബെഞ്ച് ഇതല്ലേടാ, അതിട്ടിട്ട് ഇത് ഇങ്ങനെ തന്നെയല്ലേ, അതൊന്നും ചെയ്യണ്ടല്ലോ. ചെറുക്കൻ കാണിച്ചിരി, ഫസ്റ്റ് കാണിച്ചു വിട്രാ. അല്ല അങ്ങനെ ഇട്ടണ്ട, അത് മറ്റേ കാല് നമുക്ക് ഇവിടെ ചവിട്ടുള്ളതല്ലേ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കാണിക്കാനല്ലേ, നീ ചെയ്തോ. ആദ്യം ഒരു വാമം സെറ്റ് അടി, 10 അടി. ഇപ്പൊ നമ്മള് വാമം സെറ്റ് ഒക്കെ 10 വെച്ചാണ് അടിക്കാറ്. എന്ത് ചെയ്യാനടാ, എത്ര ഉള്ളു അടി. നമ്മൾ ഇതൊക്കെ ഇനി അടുത്തിന് ഇതൊക്കെ ആയിരിക്കും വാമം സെറ്റ് ഒക്കെ അടിക്കുന്നത്, 30 എടുത്ത് വെച്ചിട്ട്. ഇതാണ് സംഭവം കേട്ടോ. ഇതെന്തൊരു പുഴുവാ. ആടി 10 അടിച്ചോ. എല്ലാവർക്കും ഒരു വാമം സെറ്റ് അടിച്ചിട്ട് വർക്കിംഗ് സെറ്റിലോട്ട് പോകാം. എല്ലാവരും നമ്മൾ ടവൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ജിമ്മിലൊക്കെ പോകുമ്പോൾ ടവലൊക്കെ യൂസ് ചെയ്യുക. എന്നിട്ട് എൻ്റെ ടവൽ എവിടെ കൊണ്ട് വെച്ചാൽ പിങ്കി ദ സ്റ്റാർ. പിങ്കിക്ക് 20 സാധാരണ വാമം സെറ്റ് അടിക്കാറ്. തൽക്കാലം 10 വെച്ച് അടി. 1 2 3. നമ്മളൊക്കെ ബിഗിനേഴ്സാണ്. ഇതിലേക്ക് വർക്കൗട്ടൊക്കെ ചെയ്യണമെങ്കിൽ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ചിലപ്പോൾ വരും. അപ്പോൾ നിങ്ങളതങ്ങനെ കാണുക. നമ്മൾ ഭയങ്കര പ്രൊഫഷണലൊന്നും അല്ല, അല്ലേടാ അല്ലേ? മിസ്റ്റേക്കുകളൊക്കെ വരും, നമ്മളങ്ങനെ കാണരുത്. മതിയടാ. ഭയങ്കര ആത്മാർത്ഥതയാണ്. അടുത്ത ഞാൻ പിടിച്ചോ. ഇനി അടുത്തത് സെറ്റ്. കറണ്ടും പോയി കേട്ടോ. സത്യം ആടി തള്ളിയിട്ടത് കറണ്ട് പോയി. 1 2 3 4 5 6 7 8. ഓ കറക്റ്റ് തന്നെ. പിങ്കിയുടെ ഫസ്റ്റ് സെറ്റ്. പിങ്കി 12.5 തന്നെ തുടങ്ങി. അടുത്ത നീ ഏതെടുക്കണം? 15. പിങ്കി എനിക്ക് കഴിഞ്ഞതിന് 17 അടിക്കാൻ പറ്റി. നമുക്ക് നോക്കാം ഇത്തവണ പറ്റും. 4 1 2 3 5. 17 എന്തെന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ 20 ആയിരുന്നു, അല്ല 25 ആയിരുന്നു. അതാണ് നമ്മുടെ ഒരു സെറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ള ഫ്ലോറാണിത്. 3 സെറ്റ് അടിച്ചല്ലേ? നീ ഏതൊക്കെ അടിച്ചു? 17 15 12 20. നീ 15 ഞാൻ 17
20 അങ്ങനെ 3 സെറ്റ് നമ്മൾ അടിച്ച്. അടുത്ത ബേസിൻ ഗേൾസ് നമ്മൾ ഇതിലാണ് കേബിളാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ സിംഗിൾ ഹാൻഡാണ് ചെയ്യണത്. അപ്പോൾ നമുക്കിത് സെറ്റാക്കിയിട്ട് വരാം. പിന്നൊരു കാര്യം, നമ്മളെടുത്ത് വർക്കൗട്ട് ചെയ്ത സാധനങ്ങൾ നമ്മൾ തന്നെ തിരിച്ച് അതിന് മെസ്സേജ് സ്ഥലത്ത് തിരിച്ചു കൊണ്ട് വയ്ക്കുക. ഇല്ലെങ്കിൽ വേറൊരു കാര്യം നമ്മളിവിടെ ഇത് ചെയ്തില്ലെങ്കിൽ ഗോകുലെണ്ണം വീട്ടിൽ വരും. അത് വേറെ കാര്യം. ഗോകുലെണ്ണം നമ്മുടെ ട്രെയിനറാണ് കേട്ടോ. ഇവിടെ 2 ട്രെയിനേഴ്സ് ഉണ്ട്. ഒന്ന് ഗോകുലെണ്ണൻ, ഒന്ന് സൂരജ് ബ്രോ, 2 പേരുണ്ട്. ഗോകുലെണ്ണം നമ്മളെ കൊല്ലും. കഴിഞ്ഞാ അതാരെടുത്ത് പിങ്കി 2.5 ഒക്കെ എടുത്ത ബൈസെപ്സിൽ പിങ്കി 2.5 ഒക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ബേസിൻ ഗേൾസ് ചെയ്യാം. നിങ്ങൾ 2 ഇപ്പുറത്ത് നിന്ന് ചെയ്യും, ഞാൻ വീഡിയോ എടുക്കാം, ഞാൻ സപ്പോർട്ട് തരാം. എത്ര ഇട്ടേക്കണം? 45 സിംഗിൾ ഹാൻഡ്. അടിയടാ. എത്ര? 10 സിംഗിൾ ഹാൻഡ്. ഇതാണ് ഫോം കേട്ടോ. സോ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തെ കൈ. പിങ്കി എത്ര? പിങ്കി 10. ഇതാണ് ഈ സാധനം. നമുക്ക് ഡംബലിനും ചെയ്യാം, അതുപോലെ തന്നെ ഈ കേബിളിനും ചെയ്യാം. ഇതാകുമ്പോൾ നല്ല റേഞ്ച് ഓഫ് മോഷൻ കിട്ടും എന്നാണ് ഇങ്ങനെ പറയുന്നത്. എങ്ങനെ മാറി തിരിഞ്ഞ് അടുത്ത കയ്യിലടിക്കണം കേട്ടോ. ബൈസെപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആയിത്തിനല്ലേ? ആയിത്തി അവനാണല്ലോ വലിയ സിദ്ധാർത്ഥ്. അന്നപ്പോൾ ചെറിയ പയ്യനായിരുന്നു. അടി എക്സ്പ്രഷൻസ് ആണ് മെയിൻ. പമ്പായി ബൈസെപ്സ് ഒക്കെ പമ്പായി. ഏതാ പിങ്കി ആണ്ട് ആരും മെയിൻ ചെയ്തെന്ന് അടിക്കുകയാണ്. പിങ്കിയുടെ ബൈസെപ്സും എക്സ്പ്രഷൻസും നമുക്ക് എടുക്കാം. അയ്യോ അതെ അടുത്ത ഞാൻ അതിന് പിടിക്കൂ. 28 മാസം 20. മാസ് തന്നെ. പോട്ട് ഇക്ക മാസ് തന്നെ. പോയി. പോട്ട്. ഓ എക്സ്പ്രഷൻ കണ്ട. ഇത് 2 സെറ്റ് നമ്മുടെ കൂട്ടത്തില് പൂക്കിയാണ് കേട്ടോ. ഇത് വാവച്ചിനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. വർക്കൗട്ടിനിടയിലും എല്ലാവർക്കും സമയം കണ്ടെത്തി റിപ്ലൈ എടുക്കുന്ന ചെറുക്കന്. അടി സം പിങ്കി തിങ്സ്. ഈ കാണുന്ന ശരീരമേ ഉള്ളൂ, കൊച്ചു മനസ്സാ. അതൊക്കെ സിദ്ധാർത്ഥ് നേരത്തെ 45 അടിച്ചു, ഇപ്പൊ വീഡിയോ എടുക്കുന്നോണ്ട് 15 ആക്കിയതാ. നമ്മൾ അവതരിപ്പിക്കുന്നു ലൈയിങ് ലെഗ് കേൾസ്. ആദ്യം സിദ്ധാർത്ഥ് അടിച്ച് കാണിച്ചു കൊടുക്കും പിള്ളേർക്ക്. ഫസ്റ്റ് പിങ്കി അടിച്ച് കാണിച്ചു അടി. ഇത് അടിച്ചു കഴിഞ്ഞാൽ അതാണ്ട് അതുപോലെ ആവും. പിങ്കി സെറ്റാണ്. ടവലായിരിക്കുന്നു. അടിച്ചോ. എന്തിനാണ് ലെഗ് ഇത് അടിക്കുന്നതെന്ന് അറിയാവോ? എവിടത്തെ മനസ്സിലെന്ന് അറിയോ? കയറി ഇവിടെ പോണ്. അതുകൊണ്ട് കേസ് എനിക്ക് കാലൊക്കെ നല്ല കാലുള്ളതുകൊണ്ട് ഞാൻ ഇതങ്ങനെ അധികം വെയിറ്റ് ഇട്ട് അടിക്കാറില്ല. ഇത് അടിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമാണ് ഇത് അടിക്കുന്നത്.
എത്ര ഇട്ടാ അടിക്കുക? പിങ്കി 60. Oh my God. നീ കണ്ടോ ഇത്? 60. പിങ്കി അത്രയ്ക്കൊന്നും വേണ്ട കേട്ടാ. പിങ്കിയൊക്കെ വിഷയോ. 1 2 3. പിങ്കിയൊക്കെ 40. ഞാൻ 20 മാനത്ത് കിട്ടി. നമ്മളടിക്കൂല. നമ്മളൊക്കെ അത്രയ്ക്കും വലിയ ചന്തിയൊന്നും വേണ്ട. എനിക്ക് ചാവാറ ചത്ത് എനിക്ക് ചത്ത്. അടുത്ത പോ പെരുക്കും അമ്മായിരി ഇവിടെയാണ് ഇരി. അടുത്ത ഇതിനിടയിൽ കൂടെ സിദ്ധാർത്ഥിൻ്റെ ലെഗ് കേൾസ്. 1 2 3 4. എൻ്റെ സ്പ്ലിറ്റാണ് ഇപ്പോൾ ഇവർ ഫോളോ ചെയ്യുന്നത് കേട്ടോ. എനിക്കിങ്ങനെ ജസ്റ്റ് വർക്കൗട്ട് ദിവസം 2 ആയിരിക്കില്ല. ചില ദിവസം 2 ആയിരിക്കും, ചിലപ്പോൾ 3 പാർട്സിന് വർക്കൗട്ട് കാണും. പിന്നെ കഴിഞ്ഞ ദിവസം ഫുൾ ബോഡി ആയിരുന്നു. അങ്ങനെ അപ്പം അങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ചാണ് ഇവരും വർക്കൗട്ട് ചെയ്യണം. അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. ഇല്ലടാ കുഴപ്പമില്ലല്ലോ, റിസൾട്ട് ഇല്ലേ? കുഴപ്പമില്ല, ചെറുക്കനൊക്കെ റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് ആണ് നമ്മളിത് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഇനി എനിക്ക് 4 ദിവസം കൂടെ ആകുമ്പോൾ 100 ദിവസം കംപ്ലീറ്റ് ആവും. അടിച്ചാ അടുത്ത ഞാൻ പിങ്കി 60. ഞാൻ 80 കിട്ടാം. 75 മാക്സിമം. 75 ഉള്ളല്ലേ? 70 ഇടും. അപ്പം ഇനിയിപ്പോൾ 20 കിട്ടും. ഇങ്ങനെ ഇത് 2 സെറ്റ്. അപ്പോൾ ഇത് 2 സെറ്റ് അടിച്ചിട്ട് വരാം. എത്ര കോടിയില്ലധിപനാം ദ്രോണ ജങ്ക ജഗ ജഗ ഗേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ആള്, ഡോൾഫിൻ അല്ല ആൽഫിൻ. പോയാടാ ക്ലാസ്സിന് പോയാടാ. ക്ലാസ്സിനൊക്കെ പോയിട്ട് ജിമ്മിൽ വരാനുള്ള ഒരു ആത്മാർത്ഥത നോക്കണം. വെച്ചിട്ട് ബാഗൊക്കെ വെച്ചിട്ട് വാ. ഏതാ ബൈസ് ഇഷ്ടപ്പെട്ട വർക്കൗട്ട് ബൈസ്. വാമ്പ് ചെയ്തിട്ടോ ഉള്ള നമ്മുടെ കൂട്ടത്തിൽ ഡെഡിക്കേഷൻ പ്രോ മാക്സ് ആണ് കേട്ടോ. ഇനി കാണിച്ചത് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോളെ. വീണ്ടും പൂക്കി മോഡ് ഓൺ. ഇതല്ല, അത് നേരത്തെ വിളിച്ചതല്ലെന്ന് വേറെ. ഓക്കെ കാര്യം ചെറുക്കൻ വന്ന അത് അവൻ പിടിക്കണുണ്ട്. ചെറുക്കൻ വന്ന ഉടനെ ബാക്ക് അടിച്ചു തുടങ്ങി കേട്ടോ. അടി ഏതാ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റാ വരുമെന്ന് പറയുന്ന കണക്കാണ് അൽഫിൻ. നോ ചെറുക്കനെ കളിയാക്കരുത്. മസിൽ എവിടെയെങ്കിലും കയറും. ഇനിയിപ്പോ ക്യാമറ ഓഫ് ആക്കിയാലേ നിർത്തോളൂ. അടിക്കട്ടെ. അപ്പൊ ഇത് എത്ര 3 സെറ്റ് അല്ലേ? 3 സെറ്റ് ഉണ്ട് കേട്ടോ. അടി തടന്നപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് ഓർത്ത്. അടി ഉണ്ട്. ഇവിടെ വെട്ടം കുറവാണ് കേട്ടാ. മതി പിങ്കി ഓൺ ദ ഫ്ലോറാണ്. ഇവിടെ വെട്ടമില്ല. അവിടെ നിന്ന് എടുത്തപ്പോൾ വെട്ടം കിട്ടി കേട്ടാ. അടി ചുണ്ടെന്ന് പൊട്ട് പല്ലോട്ട് കടിച്ച്. ഇത് കഴിഞ്ഞു അടുത്തത് ഹാമർക്കൽ അടിക്കാനായിട്ടില്ല. റെഡി ആയിട്ടിരിക്കുകയാണ്. 17 അടി 2 കയ്യിലും മതിയോ. ഇത് ഈഗോ അല്ല, ഇത് കഴപ്പ്. ഓ വിഷയോ അവിടെ നേരത്തെ കാണുന്നുണ്ടോ നീ? അല്ല ഓ ഏട്ടായി മാസം തന്നെ. കേട്ടോ 17. ഈഗോ 20 നോക്കി കിടക്കണ കേട്ടാ. എവിടെ 20? 17. ഇന്നെല്ലാണോ ഈഗോ?
നേരത്തെ നിന്റെ ഈഗോ ഹേർട്ടായില്ലേ? അതാണ് അത് തന്നെ അത്രേ ഉള്ളു. അടി അതന്നെ. നമ്മളിങ്ങനെ അല്ല കേട്ടോ അടി, നമ്മളെ 12-15 വെച്ചാൽ അടിക്കുന്ന. വീഡിയോ എടുക്കണോണ്ട് എല്ലാരും കൂട്ടിയിട്ട് അടിക്കണേണ്. പിന്നെ നേരത്തെ 17 എടുത്തപ്പോ മൂക്കിന്ന് പോയെങ്കിൽ 20 എടുക്ക. 20 17 തന്നെ. അത് തന്നെ കേട്ടാ. പൊങ്ങടില്ലെന്ന് പതിയെ പറടാ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജിമ്മിലെ മാനിനായിട്ടുള്ള ട്രെയിനർ, അത് നമ്മുടെ ഗോകുലണ്ണ. ഗോകുലണ്ണ ഒരു ഹായ് പറയണ. എന്തൊരു കളിപ്പാ. ഇരിക്കുമ്പോ ഇങ്ങനെ കഴിക്കും. അപ്പോഴത്തേക്ക് കണ്ട 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 അല്ല കണ്ട ശരിക്കും ഫുള്ളിട്ട് അടിക്കണണ്ട. സെറ്റ് സെറ്റ് പിന്നല്ല മതി ഇന്ന് ജസ്റ്റ് അല്ല എണീര്. നമ്മള് അത് കഴിഞ്ഞ് നേരെ റിവേഴ്സ് പെക്ക് ഡെക്ക്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ആൽഫിനാണ് അടിക്കുന്നത്. ആൽഫിൻ 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 പേര് മാറി പോകുന്നുണ്ട് ഇടയ്ക്ക്. അടി അടി ഫുൾ സ്റ്റാക്ക് ഇട്ടാണെങ്കിൽ അടി ഏതാ അല്ല. അതാ എക്സ്പ്രഷൻ മുഖത്തുണ്ട്. എക്സ്പ്രഷൻ പിടിച്ചെടുത്താ നോക്കിയതാ പെട്ട്. ഈഗോ രണ്ട് കേട്ടോ പയ്യ. അടി 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 അടി. ഓഹോ എത്ര എത്ര 40. പട്ടണിട്ട് അടിച്ച പോരെ കിളി. നമുക്ക് ഇതിൽ ഈഗോയൊന്നും ഇല്ല അല്ലടാ. ഇവർ എത്ര ഇട്ട് അടിക്കട്ടെ. നമ്മള് 20, 25, 30. ഞാൻ 30 ഇട്ടാണ് അടിക്കണത്. പൊക്കണായിട്ട് അടിക്കുക അത്രേ ഉള്ളൂ. ഫോം കറക്റ്റ് ആക്കണം അത്രേ ഉള്ളൂ. പിങ്കിനെ അടി അടി അടിയേ അടിയേ 25 കേട്ടാ. എത്ര ഉടനെ തൊലിച്ചോണ്ട് വന്ന് ഫുൾ സ്റ്റാക്ക് അടിച്ചു അടിച്ചു. അപ്പൊ ഇത് രണ്ട് സെറ്റ് അടിച്ചിട്ട് വരാം. നമ്മൾ വീണ്ടും ബൈസിൽ ചെയ്യാൻ പോകണേ. പോട്ട്. അപ്പൊ നമ്മൾ അടുത്ത 21 ആണ്. അർണോൾഡ് ഏതാ ഒരുത്തൻ്റെ 21 ആണ്. 2, 3, 7, 1, 6, 7 ഫുൾ 1 ലാസ്റ്റ് 1. പയ്യർക്ക് അടുത്ത് ഇതല്ല. ഇനി 4 ആംസ് കൂടെ ഉണ്ട്. വെയിറ്റ് കുറവായിരുന്നു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട്. 4 ആംസിനുള്ള വർക്കൗട്ടാണ് കേട്ടോ. ഇതും കൂടെ ആകുമ്പോൾ ഇന്നത്തെ വർക്കൗട്ട് തീരും.
ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും സെറ്റല്ലേ? അതെ, എല്ലാവരും ബൈസെപ്സ് ഒക്കെ പമ്പായിട്ട് നിൽക്കുവാണ്. ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ ഇല്ലേതായിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വ്ളോഗായിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ ഗേസ്.